ആലപ്പുഴ കുറുവാ സംഘത്തിലെ പ്രമുഖനെ ചോദ്യം ചെയ്ത് നക്ഷത്രമെണ്ണിയിരിക്കുകയാണ് പോലീസ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യം കാമാച്ചിയമ്മയോട് മാത്രമേ പറയൂ എന്ന വാശിയിലാണ് ഈ കള്ളൻ. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധി തീരാൻ 1 ദിവസം മാത്രം ബാക്കി നിൽക്കെ മണ്ണഞ്ചേരി പോലീസ് സന്തോഷിനെ തിരികെ കോടതിയിൽ ഹാജരാക്കി. ആകെ കണ്ടെത്താൻ സാധിച്ചത് ഓയിൽ പുരണ്ട ബെർമുഡയും തോർത്തും മാത്രമാണ്. കസ്റ്റഡിയിൽ ലഭിച്ച സന്തോഷിൽ നിന്നും പോലീസിന് കാര്യമായ വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. മണ്ണഞ്ചേരിയിൽ ഒപ്പമുണ്ടായിരുന്ന മോഷ്ടാവിനെ കുറിച്ച് ഒരു സൂചന പോലും സന്തോഷ് നൽകിയിട്ടില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരക്ഷരം പോലും സന്തോഷ് മറുപടി നൽകിയിട്ടില്ല. സത്യം പറയാൻ പലവട്ടം ചോദിച്ചിട്ടും തങ്ങളുടെ ദൈവമായ കാമാച്ചിയമ്മയോട് മാത്രം സത്യം പറഞ്ഞോളാമെന്നാണ് സന്തോഷിന്റെ പ്രതികരണം. തമിഴ്നാട് തേനി കാമാച്ചിപുരം ചന്ദനമാരിയമ്മൻ കോവിൽ തെരുവിൽ സന്തോഷ് സെൽവം 25 വയസ്സിനുള്ളിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 30ലേറെ കേസുകളിൽ പ്രതിയാണ്. പോലീസിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഇയാൾക്ക് നല്ല ധാരണയുണ്ട്. പലതവണ ചോദ്യം ചെയ്തിട്ടും ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതോടെ മറ്റു മാർഗങ്ങളിലൂടെ ഇയാളുടെ സംഘാംഗങ്ങളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. കുറുവ മോഷണ സംഘത്തെ പിടികൂടാൻ രൂപവൽക്കരിച്ച പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ 4 ദിവസമായി ഇടുക്കി മേഖലയിൽ വിശദ പരിശോധനയിലാണ്. ഇയാൾക്കൊപ്പം മോഷണത്തിൽ ഇറങ്ങുന്ന ചിലരെ കുറിച്ച് സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണിത്. തമിഴ്നാട്ടിലേക്ക് കുറുവ സംഘം തിരിച്ചു പോകാൻ സാധ്യതയില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് തമിഴ്നാട് പോലീസിന് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അവരുടെ സഹകരണത്തോടെയാണ് നിലവിൽ കേരളത്തിൽ അന്വേഷണം നടക്കുന്നത്.